ഏത് തെറ്റും അള്ള ഒരുവിധം പുറത്തു തരും, അള്ള ക്ഷമിക്കും. എന്ന് പറഞ്ഞാൽ ശിക്ഷ ആഖിറത്തിലേക്ക് വെക്കും. ഉപ്പാനും ഉമ്മാനും തൊട്ട് കളിച്ചാൽ ദുനിയാവ് തന്നെ കിട്ടും. ഹാക്കിം ഇമാമിന്റെ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്നതാണ്. വേറെ ഏത് തെറ്റും പോലെ അല്ല തെറ്റ്. നമ്മളെ കാരണം കൊണ്ട് ഉമ്മാന്റെ ഉപ്പാന്റെ കണ്ണുനാറ്റ് ഒരു തുള്ളി കണ്ണീര് വീണാൽ വേണ്ട, കണ്ണിൽ വെള്ളം നിറഞ്ഞാൽ വേണ്ട, ആ മുഖത്ത് ആ മനസ്സിന് വിഷമം വന്നാൽ തീർന്നു പോകും. മുദരിസല്ല, ആലിമല്ല, ഖാദിയല്ല, ഖുളാത്തല്ല, ഏത് വലിയ സംഘടനാ പ്രവർത്തകനാണെങ്കിലും ഈമാനോടെ മരിക്കണമെങ്കിൽ ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം വാങ്ങണം. ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം വാങ്ങിയ മോനാണെങ്കിൽ അയാൾക്ക് ഈമാനോടുള്ള മരണം കിട്ടുമെന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. നമ്മളെ ഉമ്മാന്റെ എല്ലാം മടിയിൽ എത്ര തവണ കാഷ്ടിച്ചിട്ടുണ്ടാവും, മൂത്രമൊഴിച്ചിട്ടുണ്ടാവും. പമ്പേഴ്സൊക്കെ ഇപ്പം വന്നല്ലേ. നമ്മൾ ടോയ്ലറ്റിൽ പോയാൽ ഇടത്തെ കൈ കൊണ്ടല്ലേ നജസ് ടച്ച് ചെയ്യുള്ളൂ. എന്നാൽ നമ്മുടെ കാഷ്ടം വലത്ത് കൈ കൊണ്ട് തൊട്ട ഒരു മനുഷ്യനുണ്ടെങ്കിൽ നമ്മളെ പാവ ഉമ്മയായിരിക്കൂലേ അത്, അല്ലേ? ആ ഉമ്മാന്റെ നമ്മളെ നജസ് വൃത്തിയാക്കി തന്ന ഉമ്മാന്റെ കൈ പിടിക്കാന് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകാരായ ന്യൂ ജനറേഷൻ ഇപ്പൊ സമയമില്ല. നിങ്ങൾ പിള്ളേരോട് ചോദിച്ചു നോക്കിയേ, ഉമ്മാന്റെ കൈ പിടിച്ച് സലാം പറഞ്ഞവരൊന്ന് കൈ